ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. അപ്പോൾ കോളേജിൽ പോയി ഇനി അഡ്മിഷൻ എടുക്കേണ്ട ഘട്ടങ്ങളാണ് പല യൂണിവേഴ്സിറ്റികളിലും വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ്, ഫസ്റ്റ് അലോട്ട്മെന്റ് ഒക്കെ ഡേറ്റിൽ നിങ്ങൾക്ക് ഇപ്പോഴും ചെറിയ രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ നോക്കുന്നു. അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റിന് ചാനൽ ഫോളോ ചെയ്ത് വെച്ചോ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ ഞാൻ പറഞ്ഞു, കോളേജിൽ പോകുമ്പോൾ എടുക്കേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് സെപ്പറേറ്റ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ്. കേരള യൂണിവേഴ്സിറ്റി ട്രയൽ അലോട്ട്മെന്റ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ജൂൺ 15 നിങ്ങൾ ഇനി മുന്നോട്ട് നോക്കുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് ജൂൺ 17 വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഫീ പേയ്മെന്റും കോളേജ് ജോയിനിങ്ങും ഇതിൽ പറയുന്നത് ജൂൺ 18 ടു ജൂൺ 22 ഓക്കെ, ജൂൺ 21 അവധിയാണ്. അപ്പോൾ അതാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ എന്താണ് അലോട്ട്മെന്റ് വെച്ചവരുടെ അഡ്മിഷൻ ആപ്ലിക്കേഷൻ സമർപ്പിച്ചവരുടെ ഡേറ്റ് ആണ്. ഇനി കാലിക്കറ്റിലേക്ക് വരുമ്പോൾ എന്താണ് അവസ്ഥ? ട്രയൽ അലോട്ട്മെന്റ് 17 വരാൻ പോവാണ്. ദെൻ പ്രൊഫൈൽ കറക്ഷന് ടൈം ഉണ്ടാകും 19 വരെ. ഫസ്റ്റ് അലോട്ട്മെന്റ് 22 ജൂൺ 22. അത് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെന്റ് ജൂൺ 29, ഒരാഴ്ച കഴിഞ്ഞ്. ദെൻ ക്ലാസ്സുകൾ ജൂലൈ 1 തന്നെ തുടങ്ങുമെന്ന അറിയിപ്പും വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നിലവിലെ മാറ്റങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ നടക്കട്ടെ. ഇനി MG യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുത്താൽ എന്താണ് അടുത്തത്? MG യൂണിവേഴ്സിറ്റി നേരത്തെ തന്നെ വിളിച്ചത് കൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെന്റ് ജൂൺ 12 ആയിരുന്നു. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് ജൂൺ 17 അതായത് അടുത്തെത്തിക്കഴിഞ്ഞു. ദെൻ റിപ്പോർട്ടിംഗ് കോളേജ് എന്ന് പറയുന്നത് ജൂൺ 22 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അവർക്കും എന്തായാലും ജൂലൈ ഫസ്റ്റ് വീക്കോടുകൂടി ക്ലാസ്സുകൾ തുടങ്ങാൻ പറ്റും. അപ്പോൾ ഈ ട്രയൽ അലോട്ട്മെന്റ് എന്തായാലും ജസ്റ്റ് ഒരു പ്രൊഫഷണൽ ലിസ്റ്റ് മാത്രമായിരിക്കും. അത് കഴിഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടോ പോയിട്ട് അഡ്മിഷൻ എടുക്കാം. അത് കഴിഞ്ഞ് മുകളിലോട്ടുള്ള ഓപ്ഷൻസ് ഒന്നെങ്കിൽ കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ റീ ഓർഡർ ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അതിനെല്ലാം യൂണിവേഴ്സിറ്റികൾ സമയം തരും. പക്ഷേ ഈ സമയത്ത് ടെമ്പററി ആയിട്ടാണോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടാണോ അഡ്മിഷൻ എടുക്കേണ്ടത് എന്നൊക്കെയുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ്. അത് കൃത്യമായിട്ട് ചെയ്യുക. ഇതിന്റെ ഡേറ്റുകളിൽ ഇനി ഒരു ക്ലാരിറ്റി കുറവ് വരാൻ പാടില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതാത് വെബ്സൈറ്റുകളിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു.